ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്ന ഉടനെ 2-3 ഗ്ലാസ് വെറും പച്ചവെള്ളം കുടിക്കുകയാണ് എന്നും പതിവ്. അതിനുശേഷം ഞാൻ 3 മുക്കുറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അത് തിളപ്പിച്ച് അത് ഒരു 5 ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളമൊക്കെ ആയിരിക്കും ഒഴിക്കുക. അതിൻ്റെ പകുതിയിലേക്ക് എത്തിച്ചിട്ട് അത് കുടിക്കും എല്ലാ ദിവസവും. കാരണം അത് കഴിക്കുന്നത് നമുക്ക് ഷുഗർ ഉണ്ടാവാതിരിക്കാനും ഷുഗർ ലെവൽ കുറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് കുടിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഞാനിട്ട് തിളപ്പിക്കുകയാണ്. വെള്ളം അളന്നൊന്നും അല്ല ഒഴിക്കുന്നത്, എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു പാത്രമാകുമ്പോൾ അതിനൊരു അളവുണ്ടാവുമല്ലോ. അപ്പോൾ അത് തിളയ്ക്കാൻ വെച്ചിട്ട് വന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇത് വാട്ടർ എനർജി പാഡിൻ്റെ ബയോമാഗ്നറ്റ് വാട്ടർ എനർജി പാഡ് ചുറ്റിയ വെള്ളമാണ്. ഇത് നല്ല ഓക്സിജൻ ലെവൽ നമുക്ക് നന്നായി കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടതിൻ്റെ ഞാൻ വെളിയിലേക്ക് വന്നതാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പൂച്ചക്കുട്ടികളാണ് അവർ കിടക്കുന്ന കണ്ട. മിക്കി, എൻ്റെ മിക്കി, കാത്തു കാത്തു ഇവിടെ നോക്കിക്കേ. കാത്തു കാത്തു വെള്ളം കുച്ചു വന്നു. കാത്തു വെള്ളം കുച്ചു വന്നു. മിങ്കിപ്പെണ്ണ്, ഇത് മിങ്കിപ്പെണ്ണ്, ഇത് മിക്കി, ഇതാണ്. അപ്പോൾ ഈ വെള്ളയാണ് മിക്കി, മറ്റേ താഴെ അത് കാത്തുവാണ്. മിക്കിക്ക് കാട്ടിൽ പോയി കിടക്കാൻ. അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട് നമ്മുടെ പിങ്കിയും. അപ്പം 3 പേര് ഇതിലുണ്ട്. അപ്പോൾ ഇനി ഞാൻ അകത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ ഇനി കാപ്പിക്കുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ മൈദയാണ് പൊട്ടിച്ചിടുന്നത്. ഇത് മൈദയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ഇത് ഇളക്കി ദോശയുടെ പരുവത്തിൽ ഇളക്കി വയ്ക്കും. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ദോശ ചുടുന്നത്. ഇനി നമ്മൾ ചായ വയ്ക്കുകയാണ്. ഞങ്ങൾ ചായ വെച്ചില്ലായിരുന്നു. അപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് ചായ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുക്കുറ്റി വെള്ളം ഏകദേശം പരിവായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചായക്ക് തേയിലയിടാം. ഇത് തരിത്തേയിലയാണ്. തരിത്തേയില ഇപ്പം ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നതല്ലാണ്ട് ഇവിടെ നിർത്ത് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ല, നമ്മൾ അടുത്തെടുത്ത് വെച്ചിട്ടല്ലേ ഇടുക. അപ്പോൾ ചായ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ചായ തരിത്തേയില ആയിട്ട് കുറച്ച് നേരം കിടന്ന് തിളച്ചെങ്കിലും അതിൻ്റെ കളർ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ചായ ഒഴിക്കണം. ഞങ്ങൾ 3 പേർക്കാണ് ചായ ഒഴിക്കുന്നത്. ചേട്ടനും എനിക്ക് വരുമ്പോൾ മാത്രം മധുരം മതി.
അടുത്തതായിട്ട് ചായക്ക് മുമ്പ് എനിക്ക് കുടിക്കാനെ കൊണ്ട് മുക്കുറ്റി വെള്ളം റെഡിയായി. അത് അരിച്ചെടുത്താണ്, കണ്ടില്ലേ. ഇതിനി നമ്മൾ അതിൽ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കും. അടുത്തായിട്ട് നമുക്ക് ദോശ ചൂടാം. അപ്പോൾ ഞാൻ പാനെടുപ്പേ വെച്ചു, ദോശ മാവെടുത്ത് ഇറമ്പി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചുടുവാണ്. സാമ്പാറാണ് നമുക്ക് കഴിക്കാനുള്ള കറി. ദോശയുടെ കൂടെ മൈദാ ദോശയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ആവശ്യത്തിന് മാവെടുക്കുക, ഗോതമ്പൊടിയോ മൈദാപ്പൊടിയോ എന്തും ആകാം. എന്നിട്ട് 2-3 മുട്ടയോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ. ഇത് ചുടും നല്ല ടേസ്റ്റാണ്, ഒരു കറിയും വേണ്ട. അപ്പോൾ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ട് വന്ന് ഫ്ലോറെല്ലാം തുടയ്ക്കുകയാണ്. രാവിലെ അടിച്ച് വാരിയതാണ്, അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ പിന്നീട് ആ വീഡിയോ എടുത്തു. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ചു. കണ്ടല്ലോ, ഇത്രയും പാത്രങ്ങൾ കഴുകി പറക്കി വെച്ചു. ഇനി ഇത് അതാത് സ്ഥാനങ്ങളിൽ അടുക്കി വെച്ച് കഴിഞ്ഞു. കണ്ട, എല്ലാ പാത്രങ്ങളും അടുക്കി പറക്കി വെച്ചു. പിന്നീട് അരി അടുപ്പിടുകയാണ്. ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള അരി അടുപ്പത്തിട്ടാണ്. കണ്ട, അരി അടുപ്പിട്ടിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചു. അടുത്തായിട്ട് അരി കഴുകി ഇടുകയാണ്. അപ്പോൾ നമ്മൾ അരിയും അടുപ്പത്തിട്ടു. ഇതിനി ഒന്ന് ഇളക്കി വെച്ചിട്ട് അവിടെ കിടന്ന് വേഗട്ടെ, മറ്റുള്ള ജോലികൾ ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ വാങ്ങിച്ച മങ്കടയാണ്, ചെറിയ മങ്കടയാണ്. കറി വെക്കാം, പക്ഷേ ഇത് ഞാൻ വറക്കാനാണ്. സാമ്പാറുണ്ട്, അപ്പോൾ അതിൻ്റെ കൊടുത്തി വറക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വിരുന്നുകാരുണ്ട്, അപ്പോൾ ഇത് വറക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഇനി രാവിലത്തെ ദോശ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മീൻ വറക്കാൻ നമുക്ക് ആദ്യമായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മീനതിലേക്ക് പുരട്ടി വെക്കും. ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് നമുക്കതിൽ വറുത്തെടുക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അടുത്തായിട്ട് പച്ചടി വയ്ക്കാനാണ്. ഇതെല്ലാം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൊണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കടുക് പൊട്ടിച്ച്
പച്ചടിയാണ് റെഡിയാക്കുന്നത്. കയറി വാ കയറി വാ കയറി വാ. അപ്പം നമ്മുടെ പാചകം ഇന്നത്തെ കഴിഞ്ഞു. പപ്പടം വരെ പൊളിച്ച് വെച്ചു. ഇനി ഫുഡ് കഴിക്കും. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. താങ്ക് യു.